എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പല വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ്സിൽ ക്ലാസ് 6 ഇംഗ്ലീഷിൽ ഫസ്റ്റ് ടൈം ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ക്ലാസ് 6 ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം എന്ന പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനാണ്. അപ്പോൾ അത് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉൾപ്പെടാത്തത്. കോംപ്രിഹെൻഷൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് 5 ചോദ്യം ഉണ്ടാവും. ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ലവണ്ണം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 5 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആരും അത് മിസ്സാക്കരുത്. നമുക്ക് അതിൻ്റെ മോഡൽ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ കുറച്ച് കോൺവെർസേഷൻ, തോട്ട്സ്, ഡയറി അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോൺവെർസേഷനാണ്. ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വി റെഡ് ദാറ്റ് രാജ വാസ് അഫ്രൈഡ് ടു ഫേസ് ഹിസ് ഗ്രാൻഡ് ഫാദർ, സോ ഹി ഹൈഡ് ഇൻ ദ കൗഷെഡ്. അപ്പോൾ നമ്മൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദറിലെ സ്റ്റോറിയൊക്കെ നമുക്കറിയാം അല്ലെ. രാജ ഗ്രാൻഡ് ഫാദറിനെ പേടിച്ചിട്ടാണ് എവിടെ പോയി ഒളിച്ചത്? കൗഷെഡിൽ ഒളിച്ചത്. ഹൈഡ് ഇൻ ദ കൗഷെഡിൽ ഒളിച്ചു. ദർ വാസ് എ ലോങ് സെർച്ച് ഫോർ രാജാസ് അങ്കിൾ ഫൗണ്ട് ഹിം ഇൻ ദ കൗഷെഡ്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചു രാജയെ. ലാസ്റ്റ് രാജൻ്റെ അങ്കിളെ എവിടുന്ന് കണ്ടുപിടിച്ചു? കൗഷെഡിൽ നിന്ന് കണ്ടുപിടിച്ചു. ആൻഡ് ടുക്ക് ഹിം ഹോം. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്കിൾ ടോൾഡ് ദാറ്റ് നോബഡി വാസ് ആംഗ്രി ടു ഹിം. അപ്പോൾ അങ്കിൾ പറഞ്ഞു നിന്നോട് ആർക്കും ദേഷ്യമൊന്നുമില്ല എന്ന്. റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ അങ്കിൾ ആൻഡ് രാജ ഓൺ ദ വേ ടു ദ ഹൗസ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അങ്കിൾ സംസാരിച്ചിട്ടുണ്ടാവല്ലോ രാജനോട് എന്തൊക്കെ പറഞ്ഞിട്ട് നീ വിഷമിക്കേണ്ട, നിന്നോട് ആർക്കും ദേഷ്യമില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് 5 സെൻറ്റൻസെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അങ്കിൾ ചോദിക്കാൻ, രാജ വൈ വേർ യു ഹൈഡിങ് ഇൻ ദ കൗഷെഡ്? വാട്ട് വേർ യു അഫ്രൈഡ് ഓഫ്? രാജ വൈ വേർ യു ഹൈഡിങ് ഇൻ ദ കൗഷെഡ്? വൈ വേർ യു ഹൈഡിങ് ഇൻ ദ കൗഷെഡ്? നീ എന്തിനാണ് കൗഷെഡിൽ ഒളിച്ചത്? വാട്ട് വേർ യു അഫ്രൈഡ് ഓഫ്? നീ എന്തിനാ പേടിച്ചത്? രാജ ഐ വാസ് അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് സ്കോൾഡിങ്. ഞാൻ പേടിച്ചത് എന്തിനെയാണ്? ഐ വാസ് അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് സ്കോൾഡിങ്. സ്കോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീത്തയൊക്കെ. ഗ്രാൻഡ് ഫാദർ ചീത്ത പറയുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ പേടിച്ചത്. ഐ തോട്ട് ഹി വുഡ് ബി വെരി ആംഗ്രി വിത്ത് മീ. ഭയങ്കര ദേഷ്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്കിൾ പറയാണ്, ബട്ട് വൈ ഡിഡ് യു തിങ്ക് ദാറ്റ്? വാട്ട് ഡിഡ് യു ഡു റോങ്? നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചത്? വാട്ട് ഡിഡ് യു റോങ്? നീ എന്താണ് ചെയ്തത്? അപ്പോൾ രാജ പറയാണ്, ഐ ഷുക്ക് ദ ട്രീ. ഞാൻ ട്രീ നന്നായി കുലുക്കും. ഓ രാജ, നോബഡി ഈസ് ആംഗ്രി വിത്ത് യു. നിന്നോട് ആരും ദേഷ്യമൊന്നുമില്ല. ഗ്രാൻഡ് ഫാദർ ലവ്സ് യു വെരി മച്ച്. ഭയങ്കര ഇഷ്ടമാണ് ഗ്രാൻഡ് ഫാദറിന് നിന്നെ. ഹി വാസ് ജസ്റ്റ് വറീഡ് അബൌട്ട് യു ബിക്കോസ് ഹി കുഡിൻറ്റ് ഫൈൻഡ് യു എനിവർ. നിന്നെ കാണാനായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജു റിയലി ഈസ് നോട്ട് ആംഗ്രി വിത്ത് മീ? എന്നോട് ദേഷ്യമൊന്നുമില്ല? അങ്കിൾ നോ, നോട്ട് അറ്റ് ഓൾ. ലെറ്റ്സ് ഗോ ഹോം ആൻഡ് ടോക്ക് ടു ഹിം. എവറിത്തിങ് വിൽ ബി റൈറ്റ്. വേഗം നമുക്ക് വീട്ടിൽ പോകാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് അടുത്തൊരു തോട്ട്സ് നമുക്ക് എഴുതി നോക്കിയാലോ. വെൻ ദ ക്ലോക്ക് സ്ട്രക്ക് 12, സിൻഡ്രല്ല ലെഫ്റ്റ് ദ ബോൾ. ഷീ വെൻറ്റ് ബാക്ക് ഹോം. ഷീ വാസ് സാഡ്. റൈറ്റ് തോട്ട്സ്. അങ്ങനെ 12 മണി അടിച്ചപ്പോൾ സിൻഡ്രല്ല പാർട്ടിയിൽ നിന്ന് പോയി വീട്ടിലെത്തി. ഷീ വെൻറ്റ് ബാക്ക് ഹോം. ഷീ വാസ് സാഡ്. ഭയങ്കര സങ്കടമായിരുന്നു. എന്തായിരുന്നു അവളുടെ തോട്ട്സ്? ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഐ ഹാവ് ടു ലീവ് ദ ബോൾ. എനിക്ക് പാർട്ടിയിൽ നിന്ന് പോരേണ്ടി വന്നു. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദ നൈറ്റ് ടു എൻഡ്. ഈ രാത്രി അവസാനിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഐ ഹാവ് ടു ലീവ് ദ ബോൾ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദ നൈറ്റ് ടു എൻഡ്. ഈ രാത്രി അവസാനിക്കല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് മജിക്കൽ ഈവനിങ് വിത്ത് ദ പ്രിൻസ്.
ഈ ഒരു രാത്രി ഞാൻ ഒരിക്കലും മറന്നുപോയില്ല. രാജകുമാരനും ഒപ്പമുള്ള ഈ ഒരു രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഞാൻ ഒരിക്കലും മറക്കില്ല. ഓക്കെ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് മാജിക്കൽ ഈവനിങ് വിത്ത് ദ പ്രിൻസ്. വൈ ഡിഡ് ദ ക്ലോക്ക് ഹാവ് ടു സ്ട്രൈക്ക് 12 സോ സൂൺ? എത്ര വേഗമാണ് 12 മണി അടിച്ചത്. ഐ ഹോപ്പ് ദ പ്രിൻസ് വിൽ ഫൈൻഡ് മീ അഗെയിൻ. എന്നെ വീണ്ടും പ്രിൻസ് കണ്ടുപിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ടു റീച്ച് ഹിം. എങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിപ്പെടാതൊന്നും അറിയില്ല. ഐ ആം സോ സാഡ് ടു ലീവ് ദ പാലസ്. ആ പാലസ് വിട്ടു വരുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആൻഡ് ഗോ ബാക്ക് ടു മൈ സ്റ്റെപ്പ് ഫാമിലീസ് ക്രൂവൽറ്റി. ഇനിയിപ്പോൾ രണ്ടാനമ്മയുടെ ക്രൂരതയൊക്കെ സഹിക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. An unforgettable day in my life. I have to leave the ball, but I don't want the night to end. I will never forget this magical evening with the prince. Why did the clock have to strike 12 so soon? I hope the prince will find me again. I don't know how to reach him. I am so glad to leave the palace and go back to my stepfamily's cruelty. അപ്പം നമ്മളൊരു തോട്ടും ഒരേപോലെ തന്നെ ഒരു കോൺവെർസേഷനും പഠിച്ചു. ഇനി നമുക്കൊരു അനൗൺസ്മെൻ്റ് ആണ്. ദ പ്രിൻസ് ഇൻവൈറ്റഡ് ദ ഗേൾസ് ഇൻ ദ പാലസ് ടു ദ ബോൾ ത്രൂ ദ പബ്ലിക് അനൗൺസ്മെൻറ്റ്. അപ്പം പ്രിൻസ് അവിടുത്തെ ഗേൾസ് ഇൻ ദ ലാൻഡ്, ആ നാട്ടിലെ പെൺകുട്ടികളെയൊക്കെ എന്തിന് ക്ഷണിച്ചു? പാർട്ടിക്ക് ക്ഷണിച്ചു. ത്രൂ എ പബ്ലിക് അനൗൺസ്മെൻറ്റ്. അപ്പം രാജാക്കന്മാരൊക്കെ വിളംബരം ചെയ്യുകയാണ് ചെയ്യുക. ദിസ് വാസ് ദ അനൗൺസ്മെൻറ്റ് റെഡ് ബൈ ദ മെസ്സഞ്ചർ ഇൻ പബ്ലിക് പ്ലേസ്. അപ്പോൾ നമ്മളോടൊരു മെസ്സേജ് വായിക്കാൻ, അനൗൺസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രിൻസ് ഇൻവൈറ്റ്സ് ഓൾ ഗേൾസ് ടു ഗ്രാൻഡ് ബോൾ അറ്റ് ദ റോയൽ പാലസ്. പ്രിൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും എങ്ങോട്ട്? റോയൽ പാലസിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ദ ബോൾ വിൽ ബി ഹെൽഡ് എ സ്പെഷ്യൽ നൈറ്റ് സ്റ്റാർട്ടിങ് അറ്റ് എ സർട്ടൻ ടൈം. ഓൾ എലിജിബിൾ മെയ്ഡൻസ് ആർ വെൽക്കം ടു അറ്റൻഡ്. എല്ലാവർക്കും സ്വാഗതമാണ്. ദ പ്രിൻസ് വാണ്ട്സ് ടു മീറ്റ് ദ യങ് വിമൻ ഓഫ് ഹിസ് കിങ്ഡം. അപ്പോൾ പ്രിൻസിന് ഈ നാട്ടിലെ യുവതികളെ മീറ്റ് ചെയ്യണമെന്നുണ്ട്. ദർ വിൽ ബി മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഫൺ. എല്ലാം ഉണ്ടാവും. മ്യൂസിക് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ഫൺ ഉണ്ടാവും. ദ പ്രിൻസ് റിക്വസ്റ്റഡ് ദ ഹോണർ ഓഫ് ദെയർ പ്രസൻസ് കം ആൻഡ് എൻജോയ് എ മാജിക്കൽ നൈറ്റ്. അപ്പോൾ നമ്മളൊരു അനൗൺസ്മെൻ്റ് ആണ് പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു കോൺവെർസേഷൻ നോക്കാം. ദ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റർ ഡിഡിൻറ്റ് ടേക്ക് സിൻഡ്രല്ല ടു ദ പ്രിൻസ് ബോൾ. ഷീ feel very sad. Tears willed down her cheeks. She thought of her own mother. My mother had she alive, she would have sent me to the ball. അപ്പോൾ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററൊക്കെ എങ്ങോട്ട് പോയി? ബോളിലേക്ക് പാർട്ടിക്ക് പോയി. പക്ഷെ അവരെന്തായി? സിൻഡ്രല്ലനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവൾ വിചാരിച്ചു അവളുടെ അമ്മയുണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു, അവളെയും കൂടി കൊണ്ടുമായിരുന്നു. ഷീ വുഡ് ഹാവ് സെൻറ്റ് മീ ടു ദ ബോൾ. സഡൻലി ഷീ ഹിയർഡ് എ വോയിസ്, യു വിൽ സഡൻലി ഗോ ടു ദ ബോൾ. ഐ ആം യുവർ ബറി ഗോഡ് മദർ. അപ്പോഴാണ് പെട്ടെന്നൊരു വോയിസ് കേട്ടത്, നീ എന്തായാലും പോകും, ഞാനിതാ ഇവിടെ എത്തി. ഇതെല്ലാം നോക്കിയപ്പോൾ ആരെയെ കണ്ടു? ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. അപ്പോൾ അവളുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫെയറിയെ കണ്ടു. റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ സിൻഡ്രല്ല ആൻഡ് ഫെയറി ഗോഡ് മദർ. അവർ ഫെയറിയും സിൻഡ്രയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിൻഡ്രല്ല, ഓ ഫെയറി ഗോഡ് മദർ, ഐ ആം സോ സാഡ്, ഐ വാണ്ട് ടു ഗോ ടു ദ ബോൾ. ഓ ഞാൻ ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്, എനിക്ക് എവിടെ പോകണം? എനിക്ക് പാർട്ടിക്ക് പോകണം. ഡോണ്ട് വെറി ഡിയർ, ഐ ആം ഹിയർ ടു ഹെൽപ്പ്. നീ ഫെയറി പറയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാൻ ഇവിടെയുണ്ട്. അപ്പം സിൻഡ്രല്ല, റിയലി യു ക്യാൻ ഹെൽപ്പ് മീ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? റിയലി യു ക്യാൻ ഹെൽപ്പ് മീ. അപ്പം പറയും, ഓഫ് കോഴ്സ്, വാട്ട് ഡു യു നീഡ്, നിനക്ക് എന്താ വേണ്ടത്? സിൻഡ്രല്ല പറയാം, എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ആൻഡ് ഷൂസ്, എനിക്ക് നല്ല മനോഹരമായ ഡ്രസ്സും വേണം, ഷൂവും വേണം എന്ന്. അപ്പോൾ മദർ ബൂംബ എന്ന് പറഞ്ഞു. ഓ ദിസ് ഈസ് അമേസിങ്, താങ്ക് യു. അപ്പോൾ ബൂംബ എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല ഡ്രസ്സ് വന്നു. അപ്പോൾ സിൻഡ്രല്ല പറയും, ഓ ദിസ് ഈസ് അമേസിങ്, താങ്ക് യു, നല്ല ഡ്രസ്സുണ്ട്, താങ്ക് യു എന്നറിയാം. അപ്പോൾ ഫെയറി പറയാണ്, റിമെമ്പർ ലീവ് ദ ബോൾ ബിഫോർ മിഡ് നൈറ്റ്. രാത്രിക്ക് മുമ്പേ പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരണം. ഓക്കെ, ഇനി അടുത്തത്, after reading the story Life with the Grandfather, Vinod, a student of class 6, decided to send a message to his grandfather on the occasion of Grandparents Day. അപ്പോൾ Grandparents Day എന്ന് ഒരു മെസ്സേജ് വിനോദിന് അവൻ്റെ ഗ്രാൻഡ് പാരൻറ്റിന് അയക്കണം. അപ്പോൾ എന്തായിരിക്കും? ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ,
Happy Grandparents Day. I love you and thank you for being such an amazing grandfather. I am lucky to have you in my life. അപ്പോൾ ഒരു മെസ്സേജ് അയക്കാം. I love you and thank you for being such an amazing grandfather. I am lucky to have you in my life. വീണ്ടും ഒരു കോൺവെർസേഷൻ നോക്കാം. ദ ബോയ് ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വെൻറ്റ് മിസ്സിങ്. ആ ബോയിനെ മിസ്സാണ്. വിതൗട്ട് ലൂസിങ് ഹോപ്പ് ഗ്രാൻഡ് ഫാദർ ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫാമിലി ടെമ്പിൾ ആൻഡ് സ്റ്റാർട്ടഡ് പ്രേയും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്തത്? പ്രത്യാശയൊന്നും കൈവിടാതെ ടെമ്പിളിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ ബോയ്സ് അങ്കിൾ കെ. അപ്പോഴാണ് ആര് വന്നത്? അങ്കിൾ വന്നു. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ അങ്കിൾ ആൻഡ് ഗ്രാൻഡ് ഫാദർ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കാം. അപ്പം ഗ്രാൻഡ് ഫാദർ ചോദിക്കുക, എനി ന്യൂസ് യെറ്റ്? എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? അപ്പോൾ അങ്കിൾ പറയാം, നോ ഫാദർ, വി ഹാവ് സെർച്ച്ഡ് എവരിവെയർ ബട്ട് ദർ ഇസ് നോ സൈൻ ഓഫ് ഹിം. അപ്പോൾ അച്ഛ, നമ്മൾ എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തു. വി ഹാവ് സെർച്ച്ഡ് എവരിവെയർ ബട്ട് ദർ ഇസ് നോ സൈൻ ഓഫ് ഹിം. അവനെ കാണുന്നില്ല. ഗ്രാൻഡ് ഫാദർ, ഓ നോ മൈ ചൈൽഡ്, വെർ കുഡ് ഹി ഹാവ് ഗോൺ? എവിടെയായിരിക്കും അവൻ പോയത്? വെർ കുഡ് ഹി ഹാവ് ഗോൺ? അപ്പോൾ അങ്കിൾ പറയും, വി വിൽ ഫൈൻഡ് ഹിം ഫാദർ, ഡോണ്ട് വെറി. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. വി വിൽ ഫൈൻഡ് ഹിം ഫാദർ, ഡോണ്ട് വെറി. വി ഹാവ് അലേർട്ടഡ് ദ നെയ്ബേഴ്സ് ആൻഡ് ദേ ആർ ഓൾ സെർച്ചിങ്. ഞങ്ങൾ നെയ്ബേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രാൻഡ് ഫാദർ പറയാണ്, ഗോഡ് പ്ലീസ് ബ്രിങ് മൈ ചൈൽഡ് ബാക്ക് ടു മീ സേഫ്ലി. എൻ്റെ കുട്ടിയെ സുരക്ഷിതമായി ഇങ്ങോട്ട് എത്തിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്കിൾ പറയും, ഫാദർ ഡോണ്ട് വെറി, വി വിൽ ഡു എവറിത്തിങ് ടു ബ്രിങ് ഹിം ബാക്ക് ഹോം. അവനെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തുന്നു. അപ്പോൾ ഒന്നുകൂടി വായിച്ച് നോക്കാം. ഗ്രാൻഡ് ഫാദർ ചോദിക്കുക, എനി ന്യൂസ് യെറ്റ്? നോ ഫാദർ, വി ഹാവ് സെർച്ച്ഡ് എവരിവെയർ ബട്ട് ദർ ഇസ് നോ സൈൻ ഓഫ് ഹിം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാം, ഓ നോ മൈ ചൈൽഡ്, വെർ കുഡ് ഹി ഹാവ് ഗോൺ? അപ്പോൾ പറയാണ്, വി വിൽ ഫൈൻഡ് ഹിം ഫാദർ, ഡോണ്ട് വെറി. വി ഹാവ് അലേർട്ടഡ് ദ നെയ്ബേഴ്സ് ആൻഡ് ദേ ആർ ഓൾ സെർച്ചിങ് ടു. ഗ്രാൻഡ് ഫാദർ, ഗോഡ് പ്ലീസ് ബ്രിങ് മൈ ചൈൽഡ് ബാക്ക് ടു മീ സേഫ്ലി. അപ്പോൾ അങ്കിൾ പറയാം, ഫാദർ ഡോണ്ട് വെറി, വി വിൽ ഡു എവറിത്തിങ് ടു ബ്രിങ് ബാക്ക് ഹോം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്